സിജോ ചേട്ടന്റെ മുഖത്ത് ഞാൻ കേക്ക് തേച്ചത് എനിക്ക് റിഗ്രറ്റ് ഉണ്ടോ ചോദിച്ചാൽ 0 റിഗ്രറ്റ് ആണ്. അതിപ്പം എന്റെ മുഖത്ത് കേക്ക് തേച്ചുകൊണ്ട് അങ്ങനെ എങ്ങനെ ലൈക്ക് വാട്ട് എവർ ഇറ്റ് ഈസ്. മൊത്തത്തിൽ ആലം പൂലം അലസ കൊലസ മൊത്തം പരിപാടികളാണ്. അതിനിടയ്ക്കാണ് സിജോയുടെ കുറേ ഷോകൾ. ഫേസ്ബുക്ക് പോയ സിജോ, യൂട്യൂബ് പോയ സിജോ. ഹലോ ഗൈസ്, ഈ വീഡിയോ കോമഡിയാണോ ട്രാജഡിയാണോ അതോ സസ്പെൻസ് ആണോ എന്താണെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. അപ്പം നിങ്ങൾക്ക് എന്താണ് തോന്നുന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യുക. നമുക്ക് എന്താണ് വീഡിയോ നോക്കാം. സിജോയുടെ കല്യാണം അതൊരു വലിയ സംഭവമായിരുന്നല്ലോ. ആ സംഭവത്തിൽ അതിലും വലിയൊരു സംഭവം എന്ന് പറയുന്നത് നമ്മുടെ ആ മഹത് സംഭവത്തിൽ അതിലും വലിയ സംഭവം എന്ന് പറയുന്നത് നമ്മുടെ നോറ മുസ്കാന്റെ പ്രകടനമാണ്. വമ്പിച്ച പ്രകടനം. എന്താണ് ആ പ്രകടനം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒളിമ്പിക്സിലൊക്കെ PT ഉഷ ഒക്കെ ഓടുന്ന പോലെ അതുപോലെ ഒരു വമ്പൻ പ്രകടനമാണ് ഈ പരിപാടിക്കകത്ത് നോറയെ കാണിച്ചേക്കുന്നത്. എന്താണ് കാണിച്ചേക്കുന്നത് നമുക്ക് നോക്കാം. ഇത് വളരെ അവസരോചിതമായ ഒരു ആക്റ്റാണെന്ന് പറയാതെ വയ്യ. ഒരാളുടെ കല്യാണം നടക്കുകയാണ്, അയാൾ സ്റ്റേജിൽ നിൽക്കുകയാണ്, അത്രയും ആളുകൾ അവിടെ നിൽക്കുന്നു, അപ്പം പോയി കേക്ക് നിൽക്കുക എന്ന് പറയുന്നത് ഒരു വളരെ അവസരോചിതമായ ഒരു പരിപാടിയാണ്. അത് അത്രയും നല്ല ഡ്രസ്സൊക്കെ ഇട്ട് ലക്ഷങ്ങളൊക്കെ കൊടുത്തായിരിക്കും ഡ്രസ്സൊക്കെ വാങ്ങിച്ചിട്ടുണ്ടാവുക. അല്ലെങ്കിൽ 10,000 രൂപ ഒന്ന് വെച്ചോടി, എത്രയായാലും ആ ഡ്രസ്സ് വാങ്ങിച്ചൊക്കെ വെച്ചിരിക്കുന്നതൊക്കെ അവിടെ പോയി കേക്കൊക്കെ വാരി തേച്ച് നല്ലൊരു പ്രകടനം, വളരെ നല്ലൊരു പ്രകടനം നോറ മുസ്കാൻ കാഴ്ചവെച്ചിരിക്കുന്നത്. ഇതിനൊക്കെ ഇപ്പോൾ എന്താണ് പറയേണ്ടത്? ഇത് നമ്മുടെ പേഴ്സണൽ സ്പേസ് ഒക്കെ അവർ തനിയുള്ള പോലെ വേറൊരു സ്ഥലത്ത് അങ്ങനെ കൊണ്ടുത്തേക്കുന്നതൊക്കെ ഓക്കെ. ഒരാളുടെ കല്യാണം ഇത്രയും പ്രതീക്ഷയോടെ നടത്തുമ്പം അതുകൊണ്ടുപോയി ഇങ്ങനെ കുളമാക്കുന്നത് നല്ലതല്ല എന്നാണ് എനിക്ക് അഭിപ്രായം. പലർക്കും പല അഭിപ്രായമായിരിക്കും. പിന്നെ ദിയ ഇതിനെതിരെ റെസ്പോൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ കല്യാണത്തിനെങ്ങാണ് ഇങ്ങനെ ചെയ്തായിരുന്നെങ്കിൽ ഞാൻ കൊന്നേനെ എന്നുള്ള രീതിയിൽ ഒരു കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നമുക്കൊരു സൈഡിലോട്ട് വെക്കാം. ദിയയുടെ കമൻറ്റും നമുക്ക് അക്സെപ്റ്റബിൾ അല്ല. നോറ മുസ്കാൻ ചെയ്തത് ഫസ്റ്റ് തെറ്റാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. പക്ഷേ ഒരാളെ കൊന്നുകളയും അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവനെ കൊന്നുകളയും എന്നുള്ള രീതിയിലുള്ള പ്രതികരണം എത്രത്തോളം നന്നായി എന്നുള്ളത് നിങ്ങൾ തന്നെ ചിന്തിക്കുക. ഈ ഒരു സിറ്റുവേഷനിൽ ഇങ്ങനൊരു കത്തിപ്പോകുന്നൊരു വിഷയത്തിൽ അങ്ങനെ ഒന്നൊരു കമൻ്റ് ഇടുന്നത് അല്ലെങ്കിൽ അങ്ങനെ ഒരു പോസ്റ്റ് ഇടുന്നത് എത്രത്തോളം ഔചിത്യമാണെന്നുള്ളത് അതും നിങ്ങൾക്ക് ഞാൻ വിട്ടു തന്നിരിക്കുകയാണ്. ഇതിൽ ഏറ്റവും നല്ല പെർഫോമൻസ് കാഴ്ചവെച്ച ആരാണോ അവർക്ക് നിങ്ങൾ വോട്ട് ചെയ്യുക. ദിയയാണോ അതോ നോറയാണോ, ആരുടെ ഭാഗത്താണ് നിങ്ങൾ എന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ ഇതേപോലെ തന്നെ ദിയ നമ്മുടെ സീക്രട്ട് ഏജൻറ്റിൻ്റെ വൈഫിന് ഒരു മുത്തം കൊടുക്കുന്നുണ്ട് ഒരു സ്റ്റേജ് വെച്ചിട്ട്. പുള്ളിയുടെ കല്യാണത്തിന് ചിലപ്പോൾ മുത്തം കൊടുക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല സ്റ്റേജിൽ. അപ്പം ഈ ഒരു അവസരം പുള്ളി മുതലെടുത്തതാണെന്ന് തോന്നുന്നു. അതിലൊന്നും യാതൊരു തെറ്റുമില്ല. ഒരാൾക്ക് ഒരു ഉമ്മ കൊടുക്കുന്നത് വിഷയമൊന്നുമുള്ള കാര്യമല്ല. ചിലർ പറയുന്നുണ്ട് പബ്ലിക് സ്റ്റേജിൽ അങ്ങനെ കൊടുക്കാൻ പറ്റിയതല്ല ഫ്രഞ്ച് കിസ്. നോ, അങ്ങനൊന്നും ഒരു വിഷയമില്ല. കൊടുക്കണം തോന്നി കൊടുത്തു, അയാളുടെ ഭാര്യയ്ക്കല്ലേ കൊടുത്തല്ല, വേറെ ആർക്കും അല്ലല്ലോ. അവൻ കൊടുത്തതിൻ്റെ താഴെ ദിയ വന്നൊരു കമൻ്റ് ഇടുന്നുണ്ട്. ഇങ്ങനെ നമ്മുടെ സീക്രട്ട് ഏജൻറ്റിനേക്കാളും കുറച്ചുകൂടെ ഹൈറ്റ് നമ്മുടെ സീക്രട്ട് ഏജൻറ്റിൻ്റെ വൈഫിനുണ്ട്. അപ്പം സീക്രട്ട് ഏജൻറ്റ് എത്തിയാണ് ഉമ്മ കൊടുക്കുന്നത്. അപ്പോൾ ആരും കുള്ളിന് ഉമ്മ കൊടുക്കാൻ എത്തുന്നില്ല എന്നുള്ള രീതിയിൽ ഒരു കമൻറ്റ് ഇട്ടപ്പം അതിൻ്റെ അടിയിൽ പോയി ഒരു സ്മൈലി നല്ലോണം ചിരിക്കുന്ന ഒരു ഇമോജി കൊണ്ടുപോയി അങ്ങ് ഇട്ടു. അത് ഇമോജി ഇട്ടതേ കണ്ടുള്ളൂ. പിന്നെ എയറിലായി പോയി നമ്മുടെ ദിയ. എയറിലാവാൻ വേണ്ടി ചെയ്തതെന്ന് അറിയത്തില്ല. പുള്ളി നോക്കിയപ്പോൾ എൻ്റെ വീഡിയോസാണ് സാധാരണ ഇങ്ങനെ മില്യൺ വ്യൂസൊക്കെ പോകുന്നത്. ഇപ്പം ഇതാണല്ലോ ട്രെൻഡിങ്. എൻ്റെ വ്യൂസിനങ്ങോട്ട് അത്രയ്ക്കങ്ങോട്ട് വരുന്നുമില്ല. എന്നാൽ പിന്നെ ഇതിനകത്ത് നമ്മുടെ എന്തെങ്കിലും ഒരു കൈ നമ്മളൊന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതേ രീതിയിലൊന്ന് വീണ്ടും നമ്മുടെ ആ ഒരു പവർ ഡബിൾ പവർ ആവട്ടെ എന്ന് വിചാരിച്ചാണെന്ന് അറിയത്തില്ല. അതിൻ്റെ ഇടയിൽ പോയി സ്മൈലി ഇട്ടു. പിന്നെ പുള്ളി ആകാശത്ത് തന്നെയായിരുന്നു. അങ്ങനെ മൊത്തത്തിൽ ആലം പൂലം അലസ കൊലസ മൊത്തം പരിപാടികളാണ്. അതിനിടയ്ക്കാണ് സിജോയുടെ കുറേ ഷോകൾ. ഫേസ്ബുക്ക് പോയ സിജോ, യൂട്യൂബ് പോയ സിജോയുടെ കല്യാണം ആയതുകൊണ്ടാണ് ഇത്ര ഒരു വ്യൂസ് കിട്ടുന്നത്. പുള്ളി വിചാരിക്കുന്നത് പുള്ളിയുടെ ഒരു താല്പര്യം കൊണ്ടൊക്കെയാണ് ഇത്ര വ്യൂസ് കിട്ടുന്നതെന്നാണ്. പുള്ളി അട്ടർ വെറുപ്പില്ല കാര്യത്തിൽ ഒരു സംശയവുമില്ല. എല്ലായിടത്തും നോക്കി കഴിഞ്ഞാൽ സിജോയുടെ വീഡിയോസാണ്. അതും പുള്ളിയുടെ ഒരു വെറുപ്പിക്കൽ എന്ന് പറഞ്ഞാൽ ഒന്നൊന്നര വെറുപ്പിക്കലാണ്. അങ്ങനെ മൊത്തത്തിൽ ഒരു വെറുപ്പീരിൻ്റെ ഒരു സമ്മേളനമാണ് യൂട്യൂബ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം എല്ലാവരും ഞാൻ എന്ത് കോപ്രായത്തരം കാണിക്കുക അല്ലെങ്കിൽ ഞാൻ എന്ത് വ്യത്യാസമായി ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഹൈലൈറ്റ് ആകും അല്ലെങ്കിൽ നമ്മൾ ട്രെൻഡിങ്ങിലാകും എന്നുള്ള രീതിയിലാണ് കാര്യങ്ങളുടെ പോപ്പ്. അതുകൊണ്ട് ഒരു അന്തവും കുന്തവും ഇല്ലാതെ എല്ലാവരും കമൻറ്റുകളും വീഡിയോസും അങ്ങോട്ടും ഇങ്ങോട്ടും ചാളം പൂളം ഏറാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം കാണുന്ന കാണികളുടെ ഒരു മനസ്സ് അത് നമ്മൾ കാണാതെ പോകരുത്.
പ്രത്യേകിച്ചും നിങ്ങൾ ഈ വീഡിയോസൊക്കെ ഇടുന്നവർ കാണാതെ പോകരുത്. കേക്ക് തേച്ച സമയത്തും വീഡിയോ അപ്ലോഡ് ചെയ്ത സമയത്തും ഒരിക്കലും പോലും ഞാൻ വിചാരിച്ചില്ല ഇറ്റ്സ് ഗോയിങ് ടു ബി ദ ചർച്ച് ഓഫ് കേരള. അപ്പം നിങ്ങൾക്ക് എന്താണ് നമ്മുടെ നോറ മുസ്കാൻ ചെയ്ത കാര്യത്തിൽ തോന്നുന്നത്? ദിയ കൃഷ്ണയുടെ പ്രകടനം എങ്ങനെയുണ്ടായിരുന്നു? പിന്നെ സിജോയുടെ വെറുപ്പിയിൽ എങ്ങനെയുണ്ട്? എന്തായാലും സീക്രട്ട് ഏജന്റ് എയറിൽ നിന്ന് ഒന്ന് താഴെ ഇറങ്ങുന്നുണ്ട്. ഇവരൊക്കെ ഒന്ന് കയറിയപ്പോൾ സീക്രട്ട് ഏജന്റിനെ എതിർത്തുന്നവർ ദിയയുടെ ആ ഒരു കമന്റ് കാരണം സീക്രട്ട് ഏജന്റിന് കുറച്ചുകൂടെ സപ്പോർട്ട് കൂടി വരുന്നുണ്ട്. അതിനൊരു താങ്ക്സ് സീക്രട്ട് ഏജന്റ് ദിയയ്ക്ക് കൊടുക്കേണ്ടതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പുള്ളി കുറേ നാളായിട്ട് എയറിൽ തന്നെയായിരുന്നു. പുള്ളി ഒന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പം ഈ കാണിക്കുന്ന പല പല കോപ്രായങ്ങൾ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കണ്ടെന്താണ് തോന്നുന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യുക. വീണ്ടും ഒരു വീഡിയോയുമായി കാണുന്നവരെ ഗുഡ് ബൈ.